Hello, welcome to YouTube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ കോപ്പി കൺസ്ട്രക്ടേഴ്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടറിലോട്ട് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്? ഓക്കെ, നമുക്ക് നോർമലായിട്ട് എന്ത് ചെയ്താൽ മതി, എൻറ്റിറ്റി റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാമല്ലോ. എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് എടുക്കാമല്ലോ അല്ലേ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന രീതിയിലാണ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എൻറ്റിറ്റിക്ക് നമ്മൾ നോർമലായിട്ടൊരു കൺസ്ട്രക്ടറും കൊടുത്തിട്ടുണ്ട്, ഒരു കോപ്പി കൺസ്ട്രക്ടറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കോപ്പി കൺസ്ട്രക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോൺസ്റ്റ് എൻറ്റിറ്റി റെഫറൻസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. കോൾഡ് കൺസ്ട്രക്ടർ, കോൾഡ് കോപ്പി കൺസ്ട്രക്ടർ പറഞ്ഞിട്ട് നമുക്ക് രണ്ടിൻ്റെ കോപ്പി അതിൻ്റെ ഒന്നിൻ്റെ നമ്മൾ ഈ 100 ആക്കി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കോപ്പി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ എൻ്റെ സിമ്പിളാണ്. നമ്മൾ ഒരു കോപ്പി കൺസ്ട്രക്ടറിലോട്ട് നമ്മൾ ഒരു നോർമൽ എൻറ്റിറ്റി നമ്മൾ പാസ് ചെയ്യണം വിചാരിക്കുക. ഓക്കെ, നോർമൽ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റിറ്റീനെ വീണ്ടും കോപ്പി ചെയ്യണം. ഓക്കെ, നമ്മളൊരു കോപ്പി പാസ് ബൈ വാല്യൂ ആയിട്ടല്ലേ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ പാസ് ബൈ വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എൻറ്റിറ്റീനെ നമുക്ക് ഒന്നും കൂടി കോപ്പി ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു കോപ്പി കൺസ്ട്രക്ടർ നമ്മൾ ആക്സസ് ചെയ്യണം. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് ലൂപ്പായിട്ട്, അതായത് ഒരു റിക്കേഴ്സീവായിട്ടൊരു കോള് നടക്കും. അതെന്തായിരിക്കും, നമ്മുടെ പ്രോഗ്രാമിനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് കോപ്പി കൺസ്ട്രക്ടറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി, അല്ലെങ്കിൽ നമ്മൾ ഒരു എലമെൻ്റ് ആയിരിക്കുമല്ലോ നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ടാവുക, അതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മോഡിഫിക്കേഷൻ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ മോഡിഫിക്കേഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, അതിനെ കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പറ്റും, ഈ കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യുമ്പോൾ ഇതിനെ കോപ്പി ചെയ്യില്ലേ? ഇല്ല, കോപ്പി നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എൻറ്റർലി നമുക്ക് അതിനെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കൺസ്ട്രക്ടർ ഡിഫോൾട്ടായിട്ട് ആവശ്യമില്ല. നമുക്ക് റെഫറൻസ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി കൺസ്ട്രക്ടർ വീണ്ടും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പി കൺസ്ട്രക്ടറിലോട്ട് ഒരു കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ട് വരും. ഓക്കെ, ബൈ.